നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്സരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനത്തോടനുബന്ധിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. നമ്മുടെ 1/9/2025 ഉള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നമുക്ക് സ്കൂളുകളിൽ ഹൈസ്കൂളുകളിലേക്കും അതുപോലെ LP UP സെക്ഷനിലേക്കും ഒക്കെ തന്നെ ഭിന്നശേഷി വിഭാഗക്കാരായ കുട്ടികൾക്കും അതുപോലെ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിലുള്ള അധ്യാപക നിയമനങ്ങളോടനുബന്ധിച്ചുമൊക്കെ എന്ത് തീരുമാനമാണ് കേറ്ററ്റിൽ എടുക്കേണ്ടത് എന്നുള്ളത് കുറച്ച് നാളായി തന്നെ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നൊരു വിഷയമാണ്. ഇന്നലെ ഇപ്പോൾ 13/1/2026 പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതിയ നിയമനത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. അത് പ്രകാരം എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്നും നമ്മുടെ സംശയങ്ങളൊക്കെ എങ്ങനെ മാറ്റാമെന്നും നോക്കാം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവാണ് നമ്മൾ ഈ കാണുന്നത്. കേറ്ററ്റ് കാറ്റഗറി 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ LP UP അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാത് സെക്ഷനിലേക്ക് വേണ്ടുന്ന കാറ്റഗറി അതുപോലെ തന്നെ തുടരും. ഇനി കേറ്ററ്റ് കാറ്റഗറി 3 യോഗ്യത നേടിയവരെ ഹൈസ്കൂൾ അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിച്ചാൽ മതിയാകും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രൈമറി വിഭാഗത്തിലെ ഭാഷാ അധ്യാപക നിയമനത്തിനും സ്പെഷ്യലിസ്റ്റ് അധ്യാപക നിയമനത്തിനും കേറ്ററ്റ് കാറ്റഗറി 4 യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളെ പരിഗണിച്ചാൽ മതിയാകും. അപ്പോൾ ഭാഷാ അധ്യാപനത്തിന് കേറ്ററ്റ് 4 തന്നെ വേണ്ടിവരും. അതുപോലെ ഹൈസ്കൂൾ തലത്തിലുള്ള ഭാഷാ അധ്യാപകൻ കേറ്ററ്റ് കാറ്റഗറി 3 നേടിയ പക്ഷം കേറ്ററ്റ് 4 നേടേണ്ടതില്ല എന്ന നിലവിലെ വ്യവസ്ഥ തുടരാവുന്നതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സീറ്ററ്റ് പ്രൈമറി സ്റ്റേജ് യോഗ്യത നേടിയവരെ കാറ്റഗറി 1 നിന്നും അതുപോലെ സീറ്ററ്റ് എലിമെന്ററി സ്റ്റേജ് യോഗ്യത നേടിയവരെ കേറ്ററ്റ് കാറ്റഗറി 2 നിന്നും ഒഴിവാക്കാമെന്ന നിലവിലുള്ള നിർദ്ദേശവും തുടരാവുന്നതാണ്. ഇത്രയും മാത്രമാണ് ഇതിനകത്ത് നമുക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള നമ്മുടെ MEd അതുപോലെ നെറ്റ് ഇങ്ങനെയുള്ള ഒന്നിനും തന്നെ എക്സംഷൻ ഉണ്ടാവില്ല എന്നുള്ളത് പ്രത്യേകം വ്യക്തമാവുന്നുണ്ട് ഈ ഒരു ഓർഡറിലൂടെ. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമാണ് നിയമനത്തിന് സാധ്യത, അതാത് സെക്ഷൻ അനുസരിച്ച്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഇതിലുണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. തുടർന്ന് ഇതിനോടനുബന്ധിച്ച് വരുന്ന സർക്കാരിൻ്റെ ഉത്തരവുകളും അതുമൊക്കെ നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം. വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ദിവസങ്ങളായി ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ എത്താത്തത് കൊണ്ടും അഡ്മിഷൻ്റെ ടൈമൊന്നും അല്ലാത്തത് കൊണ്ടുമാണ് ചാനലിൽ വീഡിയോസ് കുറഞ്ഞിരുന്നത്. ഇതുപോലുള്ള വിഷയങ്ങൾ എത്തുന്നതോടുകൂടി തന്നെ ചാനൽ വീണ്ടും ആക്റ്റീവായി തുടങ്ങുകയാണ്. എവരും സബ്സ്ക്രൈബ് ചെയ്യുക. എവർക്ക് നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസകൾ.